ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് നോക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് കാര്യങ്ങളൊക്കെ താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഏതായാലും വാങ്ങിച്ചേക്കുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നെയിം സ്ലിപ്പാണ് കേട്ടോ. നെയിം സ്ലിപ്പ് ഞങ്ങൾ 4 വീതമാണ് വാങ്ങിച്ചേക്കുന്നത്. 2 ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലത്തെയാണ് കേട്ടോ. ബാക്കി 2 ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെയാണ്. പക്ഷേ ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നി. കണ്ടോ, നല്ല വലുതാണ്. എന്നാൽ ഇതങ്ങനെയല്ല. കണ്ടോ, ഇത് ചെറുതുമാണ്. അത്രയ്ക്ക് ഇതില്ല, കട്ടിയില്ല, നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ആദ്യം നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ നെയിം സ്ലിപ്പാണേ. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് സ്കൂളിലും ക്രാഫ്റ്റിനും കുറേ അസൈൻമെൻറ്റിനൊക്കെ ആവശ്യമുള്ള സിസേഴ്സാണ് കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടി വേറൊരു ബോട്ടിൽ വേണമായിരുന്നേ. എൻ്റെ ഇക്കാക്ക് വേണ്ടി ബോട്ടിൽ ഒരു പ്രൈസ് കിട്ടിയ ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വാങ്ങിച്ചത് പക്ക എന്ന് പറഞ്ഞ കമ്പനിയിലത്തെ ബോട്ടിലാണേ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ പൗച്ച് വാങ്ങിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ പൗച്ച്. ഇതിൻ്റെ സിപ്പൊക്കെ നല്ല സൂപ്പർ പൗച്ചാണ്. കണ്ടോ, നല്ല ക്വാളിറ്റിയുണ്ട്. നമ്മൾ വാങ്ങിച്ചേക്കുന്ന സ്പോർട്സ് എന്ന് പറഞ്ഞ കമ്പനിയിലത്തെ കേട്ടോ. കൺട്രി ക്ലബ്ബ് കണ്ടോ, നല്ല ക്വാളിറ്റി. ഇവിടെ റബ്ബറാണെങ്കിലും ഇവിടെ നമ്മൾക്ക് കോയിൻസ് ആണെങ്കിലും ഒക്കെ വെക്കാം. ഇതെൻ്റെ ഇക്കാക്കയുടെ പൗച്ചാണ് കേട്ടോ. പോളോ എന്ന് പറഞ്ഞ കമ്പനിയിലത്തെ നല്ല പൗച്ചാണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചസാണേ. ഇവിടെ വെക്കാം. പിന്നെ വേറെ കുറേ സാമ്പിളുകൾ ഇവിടെ വെക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഹൈലൈറ്റേഴ്സാണ് കേട്ടോ. 2 ഹൈലൈറ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഫാബർ കാസ്റ്റൽ എന്നെന്തോ പറഞ്ഞേക്കണ എന്തോ കമ്പനിയുടെ സാധാ ഹൈലൈറ്ററാണ് കേട്ടോ. പിന്നെ നമുക്ക് ബുക്കൊക്കെ കവർ ചെയ്തതിന് ശേഷം ഒട്ടിക്കാൻ വേണ്ടി നെയിം സ്ലിപ്പും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നെയിം സ്ലിപ്പ് നോർമൽ നെയിം സ്ലിപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ഉള്ളത്. പിന്നെ നമുക്കുള്ളത് 2 ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ഡോംസിൻ്റെ ജിയോട്രോൺ എന്ന് പറഞ്ഞ 100 rupees വരുന്ന 2 ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങളെല്ലാം സെയിമാണ്, ഏകദേശം ഞങ്ങൾക്ക് പറ്റണത്രയും സെയിം ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് പൊളിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഒന്ന് പൊളിച്ചിട്ട് വരേ. നമുക്ക് ബാക്കിൽ നിന്ന് പൊളിക്കേണ്ട ആവശ്യം വന്നില്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റി കേട്ടോ. എങ്കിലും കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആഞ്ഞു വലിഞ്ഞ് നമ്മുടെ ബോക്സ് പുറത്തെടുത്തേ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് തുറക്കാൻ പറ്റും. തുറന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഷീറ്റും പിന്നെ ഇതിൽ 2-3 കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. ഒരു പെൻസില്, ഒരു സ്കെച്ച്, ഒരു ബ്ലാക്ക് പെന്ന്, ഫുൾ ബ്ലാക്കിൽ എക്സ്ട്രാ വരുന്നുണ്ട്. ഈ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ. ഈ നല്ല നല്ല സ്കെച്ച് പെൻ, നല്ല ഡോംസിൻ്റെ പെന്നാണ് കേട്ടോ. ഡോംസിൻ്റെ തന്നെ പെന്നാണ്, അതും ഡോംസിൻ്റെ തന്നെ സ്കെച്ച് പെന്നാണ് കേട്ടോ. എല്ലാം ഡോംസിൻ്റെ തന്നെയാണ്.
പിന്നെ നമുക്ക് ഉള്ളത് ഇത് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ കോമ്പസ്, ഷാർപ്നർ, പിന്നെ നമുക്ക് എല്ലാ സംഭവങ്ങളും അടിയിൽ വരുന്നുണ്ട് കേട്ടോ. ഡോംസിൻ്റെ തന്നെയാണ് എല്ലാം. പിന്നെ ബ്ലാക്ക് ഇറേസറും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾക്ക് ഇത് രണ്ടും ടൈറ്റ് ആക്കാനുള്ള ഒരു സംഭവം കൂടെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് MRP 100 രൂപയാണ് വരുന്നത്. നിങ്ങൾക്കിത് വാങ്ങിച്ചാൽ 100 രൂപ കൊണ്ട് കുറേ പെന്നും പെൻസിലും റബ്ബറും ഇറേസറും സ്കെയിലും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബ്രോഡ്വേന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾക്ക് ബ്രോഡ്വേന്ന് വാങ്ങിച്ചാൽ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ഇത് ബ്രോഡ്വേയിൽ മാത്രമല്ല ഉള്ളത്, സാധാ കടയിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം അഫോർഡബിൾ റേറ്റിന് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ഇനി നമ്മുടെ മെയിൻ സാധനം ബുക്ക്. ബുക്കാണ് മെയിൻ. നല്ല ക്യൂട്ട് മിനി ബുക്സ് ഒന്നും പറയാനുള്ള നോട്ട് ബുക്സാണ് കേട്ടോ. ഇത് എനിക്കാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടത്. എൻ്റെ ഇക്കാക്കക്ക് ഇത് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ബുക്ക്. നമ്മൾ കുറച്ച് കൂടുതൽ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇപ്രാവശ്യം നമുക്ക് കുറച്ച് എക്സ്ട്രാ സബ്ജക്ട്സ് ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതാണ് നമ്മുടെ ബുക്ക് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്തത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് സ്കെയിലാണ് കേട്ടോ. സ്കെയിലൊക്കെ മെയിൻ ആവശ്യമുള്ളതാണ്. ഇതാണ് നമ്മുടെ സ്കെയില്. നല്ല സൂപ്പർ ഹൈ ക്വാളിറ്റി സ്കെയിൽസാണ് കേട്ടോ. ഇതിലൊരു പാക്കിൽ തന്നെ 10 സ്കെയിൽ വരുന്നുണ്ട്. ഷേപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്കെയിൽസാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഗ്ലാസ് ജെല്ലാണ്. അതും ഒരു പാക്കറ്റിൽ തന്നെ 10 വരുന്ന രീതിയിലാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അപ്സര പെന്നാണ് കേട്ടോ അപ്സര പെൻസിലാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ പെൻസിൽ ഏറ്റവും ഇഷ്ടം അപ്സരയാണ് കേട്ടോ. അപ്സര പെൻസിലിന് ശേഷം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഫെവിക്കോൾസാണ് കേട്ടോ. നമ്മൾ സാധാരണ കടയിലൊക്കെ കിട്ടുന്ന ഫെവിക്കോള്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതിലാണ് കേട്ടോ, മറ്റേ ബ്രോഡ്വേയിൽ തന്നെയാണ് കേട്ടോ. അടുത്ത നമുക്ക് ഷാർപ്നർ ഒരു 5 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഷാർപ്നറിൽ ആണെങ്കിൽ നമുക്ക് റബ്ബറും ഇറേസറൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇറേസറാണ് ഇത് കേട്ടോ. ഇറേസറുടെ ഭാഗമാണ് ഞാൻ ഇപ്പോഴും കാണിച്ചത്. പിന്നെ നമുക്കുള്ളത് ഷാർപ്നർ ഭാഗമാണ് കേട്ടോ. ഷാർപ്നർ എല്ലാം ഇതേപോലെ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് സ്റ്റാപ്ലയർ ഇവിടെ ഉണ്ട്. സ്റ്റാപ്ലയർ പിൻ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ സ്റ്റാപ്ലയർ പിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ഐറ്റം സെലോ ടേപ്പ് മെയിൻ ആവശ്യമാണ് കേട്ടോ. സെലോ ടേപ്പും നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളോട്ട് നമ്മുടെ വീഡിയോ. ഇത്രയും സാധനങ്ങൾ ഇതിൽ കാണിക്കുന്ന ഫുൾ സാധനങ്ങളും നമ്മൾ വേറെ എവിടെ നിന്നുമല്ല, ബ്രോഡ്വേ നമ്മുടെ തൊട്ടടുത്തുള്ള ബ്രോഡ്വേ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ബ്രോഡ്വേ എറണാകുളം മാർക്കറ്റിൽ നിന്നാണ്. എറണാകുളം മാർക്കറ്റിൻ്റെ അടുത്താണ് കേട്ടോ ബ്രോഡ്വേ. അപ്പോൾ ഇത്രയും ഉള്ളു നമ്മുടെ വീഡിയോ. പിന്നെ നമ്മുടെ ബാഗും
എല്ലാം നമുക്ക് ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബായ്. അസ്സലാമു അലൈക്കും.